ഇത് PLLൻ്റെ സെക്കൻഡ് ആപ്ലിക്കേഷനാണ് ഫ്രീക്വൻസി ട്രാൻസ്ലേഷൻ. ഫ്രീക്വൻസി ട്രാൻസ്ലേഷൻ എന്ന് പറയുമ്പം ഇപ്പം നേരത്തെ മൾട്ടിപ്ലിക്കേഷൻ എന്തായിരുന്നു, 1 ആണെങ്കിൽ 2 ടൈംസ് ആക്കുക 2K, അല്ലെങ്കിൽ 3 ടൈംസ് ആക്കുക 3K, അല്ലെങ്കിൽ 1K ഇൻപുട്ട് ആണെങ്കിൽ 4 ടൈംസ് ആക്കുക 4K. ഇത് ഇത്ര ടൈംസ് എന്ന് പറയത്തില്ല, ജസ്റ്റ് ഷിഫ്റ്റ് വരുത്തുക. അതായത് 1K ആണെങ്കിൽ 1.5K ആക്കുക, അല്ലെങ്കിൽ 2.5K ആക്കുക, അതായത് ഇച്ചിരി എമൗണ്ട് കൂട്ടുക. അപ്പോൾ അതാണ് ട്രാൻസ്ലേഷൻ. അപ്പോൾ ഇവിടെ നമ്മുടെ PLL ഇരിപ്പുണ്ട്. PLL ഇത്രയും ഭാഗമാണ്: കമ്പാരേറ്റർ, ലോ പാസ്, ആംപ്ലിഫയർ, VCO, ഇങ്ങനെ ഇരിക്കുക. അപ്പം VCO എന്നുള്ള സംഭവം എടുത്തിട്ടാണ് നമ്മൾ പല കാര്യങ്ങളും ചെയ്യാൻ പോകുന്നത്. VCO എന്ന് എടുത്തിട്ട് നമ്മൾ കമ്പാരേറ്ററിലല്ല കൊടുക്കുന്നത്, വേറെ സ്ഥലത്താണ് കൊടുക്കുന്നത്. അപ്പം കമ്പാരേറ്ററിൽ പക്ഷേ 2 ഇൻപുട്ട് വേണ്ടേ? ആ 2 ഇൻപുട്ടാണ് ഒരെണ്ണം നമ്മളുടെ എത്രയാണോ ഷിഫ്റ്റ് ചെയ്യിക്കേണ്ടത് ആ ഫ്രീക്വൻസിയാണ്, ഓഫ്സെറ്റ് ഫ്രീക്വൻസി F1. അപ്പോൾ നമ്മൾ ഇൻപുട്ടിൽ കൊടുക്കുന്നതിൻ്റെ പേര് നമ്മൾ സിഗ്നൽ എന്ന് കൊടുക്കും, FS. സിഗ്നൽ കൊടുക്കുന്നത് മൾട്ടിപ്ലയറിലോട്ടാണ്. മൾട്ടിപ്ലയർ എന്ന് വെച്ചാൽ കോസ് എ കോസ് ബി. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഔട്ട്പുട്ട് എന്ത് വരുന്നത്? കോസ് എ പ്ലസ് ബി, A-B അല്ലേ? അപ്പോൾ ഔട്ട്പുട്ടിൽ പ്ലസും മൈനസും വരും. FSഉം നമ്മളുടെ ഇവിടുത്തെ ഔട്ട്പുട്ടായ F0യും കൂടെ F0 പ്ലസ് FS, F0 മൈനസ് FS എന്ന് പറയും. F0 മൈനസ് ചെയ്യണേ, FS തിരിച്ചേയല്ലേ. ലോ പാസിൽ ഈ പ്ലസ് സിഗ്നൽ അങ്ങ് കട്ടാകും, മൈനസ് സിഗ്നലായ ലോ ഫ്രീക്വൻസി മാത്രം ഔട്ട്പുട്ട് വരും. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് വന്നേക്കുന്നത് F0 മൈനസ് FS അല്ലേ. അതിൻ്റെ സെക്കൻഡ് ഇൻപുട്ട് ഉണ്ട് F1 അല്ലേ. ഈ ഫേസ് കമ്പാരേറ്റർ എന്തുവാ, PLL എന്തുവാ ചെയ്യുന്നത്? ഇത് രണ്ടിനെ ഈക്വൽ അല്ലേ ആക്കുന്നത്. ഇതിന് രണ്ടിനെ ഈക്വൽ ആക്കി കഴിയുമ്പോൾ നമുക്ക് എന്തോ പറയാം, F0 മൈനസ് FS ഈക്വൽ ടു ഈ F1 എന്ന് പറയാമല്ലോ. അതിൽ നിന്ന് നമുക്ക് F0, F ഔട്ട്, അതിൻ്റെ ഇക്വേഷൻ എന്തോ വരും? ഈ FSന് അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ FS പ്ലസ് F1 എന്ന് വരത്തില്ലേ. അപ്പോൾ ഇതല്ലായിരുന്നു നമ്മുടെ സിഗ്നൽ ഫ്രീക്വൻസി. അതിൻ്റെ കൂടെ ഇതും കൂടെ ആഡ് ചെയ്ത് വന്നില്ലേ. അതായത് ഇത് 1K ആയിരുന്നെങ്കിൽ 500ഉം കൂടെ ആഡ് ചെയ്ത് 1.5 ഷിഫ്റ്റ് ആയില്ലേ. അങ്ങനെയാണ് ഫ്രീക്വൻസി ട്രാൻസ്ലേഷൻ ഓപ്പറേഷൻ നടക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത് നടക്കാൻ കാരണം? PLLൻ്റെ മെയിൻ ജോലിയാണ് ഇത് രണ്ടിനെയും ഈക്വൽ ആക്കുക. ഇത് രണ്ടിനെയും ഈക്വൽ ആക്കുന്ന ജോലി PLL ചെയ്യുമ്പോൾ അത് രണ്ടും ഈക്വൽ ആകുമ്പോൾ ഈക്വേഷൻ ഇങ്ങനെ വരും, എന്നിട്ട് നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. ഈ മൾട്ടിപ്ലെയർ ആണ് ഈ F0 മൈനസ് FSനെ ഉണ്ടാക്കുന്നത്. ബാക്കി ഈക്വൽ ആക്കുന്ന പണി ഇത് ചെയ്യും. അതാണ് ഫ്രീക്വൻസി ട്രാൻസ്ലേഷൻ. ഒരു ആപ്ലിക്കേഷനും കൂടെ ഉണ്ട് PLLൻ്റെ. ആ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ AM ഡിറ്റക്ഷനാണ്. അപ്പോൾ ഈ AM ഡിറ്റക്ഷനിൽ നമ്മളൊരു 2 ഇമ്പോർട്ടൻറ്റ് പ്രിൻസിപ്പിൾ പഠിക്കണം. AMനെ നമ്മൾ ഡിറ്റക്റ്റ് ചെയ്യുന്നത്, നമ്മളുടെ AM ഇൻപുട്ട് ഇവിടെ വരും. ആ ഇൻപുട്ടിനെ ഈ PLLലോട്ട് കൊടുക്കും. PLL കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഔട്ട്പുട്ട് എപ്പോഴും VCO എന്നല്ലേ എടുക്കുന്നത്. അതുകൊണ്ടാണ് VCO ഔട്ട്പുട്ട് എന്ന് എഴുതിയേക്കുന്നത്. ഈ VCO ഔട്ട്പുട്ട് ഒരു ഷിഫ്റ്റ് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പം പക്ഷേ ഈ AMൻ്റെ ആ ഷിഫ്റ്റ് ഇല്ല. അതുകൊണ്ട് AMനെയും കൂടെ നമ്മളൊന്ന് ഡയറക്റ്റ് ഷിഫ്റ്റ് ചെയ്യിക്കും. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ ഈക്വൽ ആയിട്ടിരിക്കും ഷിഫ്റ്റ്. ഇത് ഓൾറെഡി ഷിഫ്റ്റ് ചെയ്ത് ഔട്ട്പുട്ട് വരും. ഇതിന് ഷിഫ്റ്റ് ഇല്ലാത്തതുകൊണ്ട് നമ്മളായിട്ടൊരു ഫേസ് ഷിഫ്റ്റ് ചെയ്ത് ഇങ്ങോട്ട് കൊടുക്കും. ഈ മൾട്ടിപ്ലയർ എന്തോ ചെയ്യും? ഇത് രണ്ടിനെയും പ്ലസും മൈനസും ഔട്ട്പുട്ട് തരും. മൾട്ടിപ്ലയറിൻ്റെ ജോലി അതല്ലേ. കോസ് എ കോസ് ബി മൾട്ടിപ്ലൈ ചെയ്യുകയെന്ന് വെച്ചാൽ കോസ് എ പ്ലസ് ബി, A-B. അപ്പോൾ ഇത് രണ്ടിനെയും പ്ലസും മൈനസും ചെയ്ത് വരും. അതിൽ നിന്ന് മൈനസ് ചെയ്തതിനെ മാത്രം ഇത് പാസ് ചെയ്ത് ഇങ്ങോട്ട് വരും. ഈ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് നമ്മളുടെ AMന്ന് കരിയറിനെ മൈനസ് ചെയ്ത സിഗ്നലാണ് കിട്ടുന്നത്. AMന്ന് കരിയർ പോയി കഴിഞ്ഞാൽ പിന്നെ ബാക്കി എന്തോ ഉള്ളത്? നമ്മളുടെ സിഗ്നൽ ഡിമോഡുലേറ്റഡ് ഔട്ട്പുട്ട്. അതാണ് ഇവിടെ വരുന്നത്.